ദൈവത്തിന് എല്ലായിടത്തും എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ടാണ് അമ്മമാരെ സൃഷ്ടിച്ചത്. പറഞ്ഞു കേട്ട വരികളാണ്. അമ്മ എന്ന പരമമായ ഉണ്മയ്ക്ക് എല്ലാ പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് ലാവിയ സിൽക്സ് കുട്ടിപ്പട്ടുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസിൻ്റെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ 2 റൗണ്ട് കുരുന്നു പ്രതിഭകൾ മാറ്റുരയ്ക്കുന്നത് ആദ്യമായി തീർച്ചയായും അമ്മ എന്ന ആ ഉണ്മയ്ക്കുള്ള സമർപ്പണമായി ഉമ്മ റൗണ്ടിലാണ് കുട്ടികൾ അവരുടെ പെർഫോമൻസുമായി എത്തുന്നത്. 2ാം റൗണ്ട് പ്രണയത്തിൻ്റെ മാധുര്യം പ്രതിഫലിക്കുന്ന നല്ലൊരു റൗണ്ടാണ് ഡ്യുവറ്റ് റൗണ്ട്. സോ നമ്മുടെ പെർഫോമൻസസിലേക്കും പാർട്ടിസിപ്പൻസിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി കുറേ അധികം നല്ല പാട്ടുകൾ എപ്പോഴും നമുക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന സജ്ല, സ്വാഗതം. ഇനി ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുമാലിന്റെ സ്വന്തം ഫിറോസ്ക, സ്വാഗതം. ഒരുപാട് നല്ല പാട്ടുകൾ എപ്പോഴും സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഷബ്നം. ഇനി എപ്പോഴും നമ്മുടെ കുരുന്ന് പ്രതിഭകൾക്ക് അവരുടെ ഓരോ പോരായ്മയിലും എപ്പോഴും അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരുന്ന നമ്മുടെ മ്യൂസിക്കൽ ടീം, ഓർക്കസ്ട്ര ടീം, വെൽക്കം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യം ഉമ്മ തന്നെയാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന, നമ്മളെ വളർത്തി വലുതാക്കി എന്നാണ് ചിറകുകളൊക്കെ മുളപ്പിച്ച് പറക്കാൻ പ്രായമാകും വരെ നമുക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന നമ്മുടെ ഉമ്മ. ഉമ്മയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാട്ടാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് പാടാൻ പോകുന്നത്. ഉമ്മ റൗണ്ടിലെ പെർഫോമൻസിനായി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അൽഹനെ. ഇനി പാടാൻ പോകുന്നത് അൽഹനയാണ് ഉമ്മ റൗണ്ടില്. അപ്പോൾ അൽഹനയടുത്തൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അൽഹന, കഴിഞ്ഞ വർഷം ഉമ്മയ്ക്കൊക്കെ സമ്മാനം കൊടുത്തല്ലോ. അപ്പോൾ ഈ റൗണ്ടില് ഉമ്മ റൗണ്ടാ, ഉമ്മക്ക് സമ്മാനം കൊടുക്കണ്ടേ? അപ്പോൾ 2 ലൈൻ പാടാമോ? സ്നേഹപ്പൂങ്കാവായി വിളഞ്ഞിടും ഉമ്മ പൊന്നുമ്മായിന്നും വിളങ്ങിടും പുണ്യമാണുമ്മ. പരിപാവനം ആ മാനസം നല്ല കനിവു വിനയവും നിറഞ്ഞ കരളുമായി സ്നേഹപ്പൂങ്കാവായിന്നും വിളങ്ങിടും ഉമ്മ പൊന്നുമ്മായെന്നും വിളങ്ങിടും പുണ്യമാണുമ്മ. നല്ല പാട്ട്, നന്നായിട്ട് പാടണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അൽഹനക്കുട്ടി, എന്തോ? അൽഹനക്കുട്ടി ഓരോ സ്കെഡ്യൂൾ കഴിയുമ്പോഴും കൂടുതൽ സുന്ദരിയായി വരുന്നുണ്ടല്ലോ, അതിന്റെ രഹസ്യം എന്താണ്? അതിന്റെ രഹസ്യം ഉമ്മയാണോ? ആണ്, ഉമ്മയാണ് ഈ കോസ്റ്റ്യൂം ഒക്കെ സെലക്ട് ചെയ്യുന്നത് അല്ലേ? ഇതെല്ലാം ഇങ്ങനെ ഉമ്മയല്ലേ സെലക്ട് ചെയ്യുന്നേ? ആരാണ്? വല്യമ്മയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഒരു ഉമ്മയുണ്ട് അതിലോ അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഉമ്മയുടെ ഒരു സജഷനും കൂടി ചേർന്ന് തന്നെയായിരിക്കും അൽഹനയുടെ ഈ കോസ്റ്റ്യൂമിന്റെ ഒക്കെ സെലക്ഷൻ. അപ്പോ പാട്ട് ഉമ്മയാണോ പഠിപ്പിച്ചിരുന്നത്? ആണ്, അത് ഉമ്മയാണ്. എന്തായാലും നമ്മുടെ ഈ ഷോയുടെ ഒരു സോൾ എന്ന് പറയുന്നത് പാട്ടാണ്. അപ്പൊ പാട്ട് ഉമ്മയുടെ ഗിഫ്റ്റാണ് അല്ലേ? അപ്പൊ കഴിഞ്ഞ റൗണ്ടില് അൽഹനക്കുട്ടി കരഞ്ഞു, ഉമ്മയുടെ കണ്ണ് നിറഞ്ഞു, പാട്ടൊക്കെ പാടിയില്ലേ? ഇന്ന് ഏത് പാട്ടാ പാടുന്നത് ഉമ്മയെ കുറിച്ച്? സ്നേഹപ്പൂങ്കാവായി. സ്നേഹപ്പൂങ്കാവായി. അപ്പൊ ഉമ്മ പാട്ടൊക്കെ കേട്ട് ആസ്വദിക്കാൻ റെഡിയായി ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മയ്ക്കുള്ള ഡെഡിക്കേഷൻ അല്ലേ? ഓൾ ദി ബെസ്റ്റ് അൽഹനക്കുട്ടി. പൂങ്കാവായി
ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസിൻ്റെ ഈ വേദിയിൽ ഉമ്മ റൗണ്ടിലെ നമ്മുടെ സുന്ദരിക്കുട്ടി അൽഹനയുടെ നല്ല പാട്ട് നമ്മൾ കേട്ടു. അൽഹനക്കുട്ടി, ഉമ്മ പൊന്നുമ്മ എന്നൊക്കെ പാടിയപ്പോൾ ഉമ്മ പൊന്നുമ്മ തന്നില്ലേ കവളത്ത്? പ്രതീക്ഷിച്ചിരുന്നാ? പ്രതീക്ഷ അമ്മ വരും എന്നറിയായിരുന്നാ? ഓക്കെ അൽഹനക്കുട്ടി, അപ്പോൾ നല്ല പാട്ട് പാടി, കണ്ണൊക്കെ നിറഞ്ഞു അല്ലേ ഉമ്മയെക്കുറിച്ച് പാടി പാടി പാടി. യെസ് ആൻറ്റി, പാടിയ പാട്ടിൽ തന്നെ 10 മാസം ചുമന്ന് അല്ലേ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് എന്താണെന്നോ ഒന്നും അറിയില്ല, ജസ്റ്റ് പാട്ട് പഠിപ്പിച്ചു കൊടുത്ത് പാടുന്നു എന്നുള്ളത്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഉമ്മയാകാൻ പോകുന്നു എന്ന് അറിയുന്ന ആ ഒരു നിമിഷം വളരെ സ്പെഷ്യലാണ്. അത് കഴിഞ്ഞ് 10 മാസം ചുമന്ന് അല്ലേ കുഞ്ഞിനെ പ്രസവിക്കുന്നു. ആ കുഞ്ഞ് വളർന്ന് ഇതുപോലെ അൽഹനക്കുട്ടിയായി വന്ന് കുട്ടിപ്പട്ടുമാലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നന്നായി പാട്ട് പാടുന്നു. ആ സമയത്ത് ഒരുപാട് സന്തോഷങ്ങൾ, കുറച്ച് വിഷമങ്ങളുണ്ടാവും. അതൊന്ന് ഓർത്ത് പറയാം. ഇവളുടെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ എല്ലാം നെവർ മൈൻഡാണ്. എന്ത് വന്നാലും സാറില്ല, ഞാൻ അത് ചെയ്തോളാം. ഇപ്പം തന്നെ തീരെ ഒട്ടും വയ്യ, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയും ഞാൻ പാടിക്കോളാം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. എങ്കിലും അവൾ ഉള്ളുകൊണ്ട് നന്നായി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായ ഒരു സംഭവമുണ്ട് എനിക്ക്. അത് ഞാൻ അത്രയും പ്രതീക്ഷിച്ചിരുന്നതുമല്ല. പറയുമ്പോൾ ഇവിടെ എടപ്പള്ളി അല്ലമീൻ പബ്ലിക് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. എറണാകുളത്ത് ഒരു വലിയ സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്, മോള് പഠിക്കുന്നതും അവിടെയാണ്. അവിടുത്തെ കുട്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഓരോ കുട്ടികളുടെ ഡ്രസ്സ് കാര്യങ്ങൾ പെരുന്നാളൊക്കെ വരുമ്പോഴും അപ്പം നമുക്ക് ചിലപ്പോൾ അവരുടെ ആ ലെവലിൽ ചിലപ്പോൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവരും ഇപ്പോൾ ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ ഇവള് വീട്ടിൽ വന്ന് സങ്കടം പറയും, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മളുടെ വാപ്പിച്ചിക്ക് എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവറാണ്, അവർക്ക് കിട്ടുന്ന അത്രയും ശമ്പളമൊന്നും കിട്ടുന്നില്ല മോളെ, പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. അതൊന്നും മനസ്സിലാക്കാൻ പ്രായമില്ല. എങ്കിൽ കൂടി 5 വയസ്സുള്ളപ്പോൾ അത് കേട്ടിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പഠിക്കാൻ വിളിച്ചപ്പോൾ എന്നോട് പറയാണ്, ഉമ്മച്ചി എന്തായാലും പാട്ടൊക്കെ പഠിപ്പിച്ച് തരുന്നില്ലേ, അപ്പോൾ കുറച്ചധികം പാട്ട്, ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ, ഒരു വേറെ പാട്ട്, ഒരു സിനിമാ പാട്ട്, ഇതെല്ലാം കൂടി പഠിപ്പിച്ചതാന്ന് പറഞ്ഞു. ഇപ്പം എന്തിനാണ് നീ ചോദിക്കുന്നത് എന്ന് ചോദിച്ചു. ഉടനെ ആലോചിച്ചിട്ട് അതല്ല, അപ്പം എനിക്ക് ശമ്പളം കിട്ടൂലേ, അപ്പം ഞാൻ അതും കൂടി ഞാൻ ഇവിടെ കൊണ്ട് തന്നാൽ എനിക്ക് അവരെ പോലെ ഉടുപ്പ് മേടിക്കാമല്ലോ, അതേപോലത്തെ മേടിക്കാമല്ലോ എന്ന് പറഞ്ഞ ആ സംഭവം ഞാൻ അന്ന് ചിരിച്ചത് കളഞ്ഞെങ്കിലും കുറച്ച് കഴിഞ്ഞത് അങ്ങോട്ട് ആലോചിച്ചിട്ട് എനിക്കങ്ങ് എന്തായാലും നമ്മളെ അത്രയും ഈ പ്രായത്തിൽ ആ കുട്ടി അത്രയും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള ആ മൈൻഡ്. പക്ഷേ ഞാനിവിടെ ആൻറ്റിയെ ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ, ലൈഫിനെ വളരെ ബോൾഡായിട്ട് എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും അതൊരു പ്രശ്നമല്ല, ഞാൻ ഫേസ് ചെയ്യുന്നുള്ളത് എന്താണ് ആ ഒരു. ഞാൻ എൻ്റെ മക്കൾക്ക് അതാ പറഞ്ഞു കൊടുക്കുന്നത്, ഇത്രയും തന്ന പഠിച്ചോ നമുക്ക് ഇനിയും തരും, അതല്ലേ, അല്ലാണ്ട് നമുക്കൊന്നും ഇല്ല എന്ന് പറയുന്നത് നല്ലത്. നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കുക, പക്ഷെ തരും. ആൻറ്റിക്ക് അൽഹനെ പറ്റിയുള്ള ഒരു ഏറ്റവും വലിയൊരു സ്വപ്നം ചോദിച്ചാൽ അത് എന്തായിരിക്കും? എനിക്കിവിടെ ലോകം അറിയപ്പെടുന്ന ഒരു ഗായികയാണെന്ന് എൻ്റെ ആഗ്രഹം അതായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നും അത്ര ആകാൻ പറ്റിയില്ല. ഇവിടെ ലോകം അറിയുന്ന ഒരു ഗായികയായി തീരണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. പഠിച്ചതിന് അനുമതി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാവണം. തീർച്ചയായിട്ടും ഒരുപാട് ഉമ്മമാർ, എനിക്ക് തോന്നുന്നു ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞ് വീട്ടിനകത്ത് ഒതുങ്ങിപ്പോകുന്ന അവർ പലപ്പോഴും അവരുടെ കുഞ്ഞുങ്ങളിലാണ് അവരുടെ പ്രതീക്ഷ മുഴുവൻ അല്ലേ. അപ്പോൾ തീർച്ചയായും ആൻറ്റി ആഗ്രഹിക്കുന്ന പോലെ തന്നെ ലോകം അറിയുന്നൊരു സിംഗർ തന്നെ അൽഹന ആവട്ടെ. എല്ലാ ആശംസകളും. അപ്പോൾ പറയുമ്പോൾ എൻ്റെ ഉമ്മച്ചി ആഗ്രഹിച്ചിരുന്നു വലിയൊരു ഗായികയാവാൻ. അത് പറ്റാത്തപ്പോൾ എന്നെ അതിൽ പ്രതീക്ഷ അർപ്പിച്ച് എനിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന് ഇപ്പോഴും അതുപോലൊരു ഉമ്മയെ വേറെ ആർക്കും കിട്ടില്ല. എൻ്റെ ഉമ്മച്ചി ഇത് കാണുമ്പോൾ വളരെ സന്തോഷിക്കും. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എനിക്കൊരു ഉമ്മച്ചിയുണ്ട്. അതേപോലെ ആകാൻ എനിക്ക് ഇവർക്ക് പറ്റിയില്ലെങ്കിലും എൻ്റെ മാക്സിമം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യും. എനിക്ക് 2 മക്കളാണ്. മൂത്തയാൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കൂടെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാമല്ലേ, കാരണം പാട്ട് പാടുമല്ലോ അല്ലേ, നല്ല സിംഗറാണ്. അപ്പോൾ അൽഹനയുടെ ചേച്ചി പ്ലീസ്. അൽഹനയുടെ ഫാമിലി ഫുൾ പാട്ടുകാരാണെന്ന് നമുക്കറിയാം. അപ്പോൾ ചേച്ചിയും പാടൂലേ? പേരെന്താണ്? അജ്മിന ഒരു പാട്ട് പാടാമോ? സ്നേഹപ്പൂങ്കാവായെന്നും വിളങ്ങിടും ഉമ്മ പൊന്നുമ്മായെന്നും വിളങ്ങിടും ഉമ്മ പൊന്നുമ്മ പരിപാവനം ആ മാനസം നല്ല കനിവ് വിനയവും നിറഞ്ഞ
നിറഞ്ഞ കരളുമായി സ്നേഹപ്പൂങ്കാവായെന്നും വിളങ്ങിടും ഉമ്മ പൊന്നുമ്മ എന്നും വിളങ്ങിടും പുണ്യമാണുമ്മ. ഇപ്പോൾ പാട്ടുപാടി ചേച്ചിയും അല്ലേ, ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ് അമ്മയോടുള്ള സ്നേഹം. ആൻറ്റിക്കൊരു സ്പെഷ്യൽ പ്രസൻറ്റേഷൻ നമ്മുടെ വാവയ്ക്കായിട്ടൊരു പാട്ടുണ്ടായിരുന്നല്ലോ അൽഹനയ്ക്ക്, അതേതാ? ഞാൻ പാടാം. സ്നേഹപ്പൂങ്കാവായെന്നും വിളങ്ങിടും പൊന്നുമോളാണ് എൻ്റെ അൽഹന, പൊന്നുമോളാണ് പരിപാവനം ആ മാനസം, നല്ല കനിവ് വിനയവും നിറഞ്ഞ കരളുമായി എന്നും വാഴേണം മോളെ, പൊന്നുമോളെ എന്നും വാഴേണം. ആൻറ്റി അൽഹന പൊന്നുമോളെ എന്നൊക്കെ പാടിയപ്പോൾ ഒരാൾ അപ്പുറത്തുനിന്ന് നോക്കുന്നുണ്ട് ഉമ്മേ. ഓക്കെ ആൻറ്റി, നമ്മുടെ അൽഹന കുട്ടിക്ക് ഉമ്മയുടെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്, അത് നമുക്ക് കൊടുക്കാം. സോ അൽഹനയുടെ ഈ റൗണ്ടിലെ പെർഫോമൻസിനെ കുറിച്ച് ഇനി നമ്മുടെ ജഡ്ജസിൻ്റെ കമൻറ്റ് അറിയാനുള്ള സമയമായിരിക്കുകയാണ്. ആദ്യം സജ്ല. മോള് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ഉമ്മാനോടാണ് പറയാനുള്ളത്, മോൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള പാട്ട് എടുത്ത് കൊടുക്കായിരുന്നു എന്ന് തോന്നി കേട്ടോ. കാരണം മോള് തുടങ്ങിയപ്പോൾ തന്നെ ഇതൊരു കവാലി സ്റ്റൈൽ പാട്ടാണല്ലോ, അതിൽ ലിറിക്സ് മാറ്റിയിട്ട്. എന്നിട്ട് അപ്പോൾ എനിക്ക് മോള് പാടിയപ്പോൾ തോന്നിയ അനുപല്ലവിയിലൊക്കെ മോൾക്ക് പാടി എത്തുന്നില്ല, വരികളും ഒക്കെ ഭയങ്കര ടഫായിട്ടാണ് മോള് പാടിയെടുക്കുന്നത്. അതൊക്കെ ഒന്നും വായിലിങ്ങനെ ഒതുങ്ങി കിട്ടുന്നില്ല വരികൾ. പിന്നെ ആ ട്യൂണൊക്കെ ആണെങ്കിലും മോളുടെ ആ ഒരു പ്രായം, മോളിപ്പോൾ എത്രാം ക്ലാസ്സിലാണ്? മോളിപ്പോൾ 7 വയസ്സായിക്കൊണ്ടിരിക്കണം. ഓ, അപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഒരു പാട്ട് മോൾക്ക് കുറച്ചുകൂടെ ടഫാണ്. അപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള എടുത്ത് കൊടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാം മോൾക്ക്. അതിൻ്റെ ഒരു അഭിപ്രായമാണ്. മോൾക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജ്ല. ഷബ്നം. ഒരു ക്യൂട്ട് കവ്വാലി കേട്ട ഫീലായിരുന്നു മോളെ. അതായത് മോളുടെ വോയിസിൻ്റെതാണ്, അത്ര ക്യൂട്ടായിരുന്നു പാട്ട് കേൾക്കാനായിട്ട്. ഇത്രയും വലിയൊരു സോങ് മോള് നന്നാക്കാനായിട്ട് ഒത്തിരി മോള് ട്രൈ ചെയ്തിട്ടുണ്ട് ഓൺ സ്റ്റേജിൽ. ഇതൊരു വലിയ കാര്യമാണ്. മോളുടെ ആ പാട്ട് കേൾക്കുമ്പോൾ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ടത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തെറ്റുകളായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. വലിയൊരു പാട്ടെടുത്ത് അസലായിട്ട് മോള് പാടുകയും ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നം. ഫിറോസ്ക. സജില പറഞ്ഞതും ഷബ്നം പറഞ്ഞതൊക്കെ ഇതിൻ്റെ നിറവുകളാണ്. അപ്പം ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒന്നുകൂടി ലൈറ്റ് പാട്ടുകൾ അവർക്ക് എടുത്ത് കൊടുത്താൽ, ഇതിപ്പോൾ ഉമ്മയുടെ ഒരു റേഞ്ച് വെച്ചാണ് മോൾക്ക് എടുത്ത് കൊടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേട്ടോ. കുട്ടിപ്പാട്ടുകളുണ്ടല്ലോ, അതിൻ്റെ ഒരു ട്യൂണിലൊക്കെ അത് പാടുമ്പോൾ ഒന്നുകൂടി ഭംഗിയുണ്ടാവും എന്ന് എനിക്കൊരു തോന്നുന്നത്. എന്നാലും മോള് നന്നായി പാടും. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇനി നമുക്ക് മാർക്ക് ചോദിക്കാം. ഫിറോസ്ക 40-ൽ എത്ര മാർക്കാണ് അൽഹനയ്ക്ക് നൽകുന്നത്? 38 on 40. സജ്ല 30-ൽ എത്രയാണ്? 28.5. 28.5. So again on 30, Shabnam. 28.5. 28.5. So total marks 95. 95 on 100 ആണ്. അതെന്തായാലും ആൻറ്റി, ഇവിടെ നമ്മുടെ ജഡ്ജസ് പറഞ്ഞ പോലെ കൂടുമ്പോൾ ഇമ്പം ഉള്ളതാണ് കുടുംബം. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ കുടുംബങ്ങളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഒരു കുടുംബം, സംഗീത കുടുംബം ഇവിടെ വന്ന് കൂടുതൽ സംഗീത സാന്ദ്രമാക്കി ഈ വേദിയെ. ഒരുപാട് നന്ദി ആൻറ്റി. താങ്ക് യു സോ മച്ച്. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസ്. സോ ഇന്നത്തെ ഈ റൗണ്ടിൽ, നമ്മുടെ അടുത്ത റൗണ്ട് തീർച്ചയായിട്ടും ഡ്യൂവറ്റ് റൗണ്ടാണ്. മനോഹരമായൊരു പ്രണയഗാനവുമായി 2 പേരെത്തുകയാണ്. ഒരു ജോഡി നമുക്ക് മുന്നിൽ എത്തുകയാണ്. സിനാൻ ആൻഡ് അഞ്ജലി. നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി പാടാൻ പോകുന്ന പരസ്പരം റൗണ്ടിൽ സിനാനും അഞ്ജലി ചേച്ചിയാണ്. അപ്പോൾ അവരുടെയൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കണ്ടേ? ഹായ് സിനാൻ. ഹായ് അലൈന. പരസ്പരം റൗണ്ടിൽ ഏത് പാട്ടാണ് പാടാൻ പോണേ? പൊന്നെ എൻ്റെ കൽബിനകത്ത് നീ തിളപ്പിച്ച പായസം പാട്ടാണ്. പായസം ഇങ്ങനെ കളിക്കുവോ? ഇളക്കുവോ? അപ്പോൾ ആ പാട്ട് 2 ലൈൻ പാടാമോ? പാടാം. പൊന്നെ എൻ്റെ കൽബിനകത്ത് നീ തിളപ്പിച്ച പായസം എന്നെ ഒന്ന് കുടിപ്പിക്കുവാൻ എന്താണ് ഇത്ര താമസം? പൊന്നെ എന്താണ് ഇത്ര താമസം? കണ്ണേ എൻ്റെ കരളിനകത്ത് നിങ്ങളുണ്ടാക്കിയ നീരസം മെല്ലെ ഒന്ന് തണുപ്പിക്കുവാൻ എന്താണ് ഇത്ര താമസം? പൊന്നെ എന്താണ് ഇത്ര താമസം? അപ്പോൾ പായസമൊക്കെ എല്ലാം ഇളക്കി കഴിഞ്ഞ് നല്ലതായിട്ട് പാടി, നല്ലോണം പാടണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സിനാൻ ആൻഡ് അഞ്ജലി ഡ്യുവറ്റ് റൗണ്ടിൽ നല്ലൊരു പ്രണയഗാനം സെലക്ട് ചെയ്തു അല്ലേ? അതെ. അപ്പൊ റെഡി അല്ലേ? അപ്പോ സിനാൻ വളരെ വ്യത്യസ്തമായൊരു രൂപഭാവത്തിൽ എന്താണ് വിഗൊക്കെ വെച്ചല്ലേ, പുതിയ മുടിയൊക്കെ വെച്ച് അല്ലേ, ഒരു ബുൾഗാൻ താടിയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക എന്തോ രസിപ്പിക്കുന്ന ഒരു എലമെന്റ് ഇവരുടെ പാട്ടിലുണ്ട്. നല്ലൊരു പ്രണയഗാനമാണ് ആ ഡ്യുവറ്റ് സോങ്. നമുക്ക് ആസ്വദിക്കാം. ഓൾ ദി ബെസ്റ്റ്. നീ തിളപ്പിച്ച പായസം എന്നെ ഒന്ന് കുടിപ്പിക്കുവാൻ എന്താണിത്ര താമസം പൊന്നെ, എന്താണിത്ര താമസം പൊന്നെ, എൻ്റെ കൽവിനകത്ത് നീ തിളപ്പിച്ച പായസം എന്നെ ഒന്ന് കുടിപ്പിക്കുവാൻ
സിനാൻ ചേച്ചി ഇത് എന്തായിരുന്നു, ഇത് അഭിനയിച്ച് തകർത്തല്ലോ. താങ്ക് യു. അപ്പൊ എന്തായാലും ഇവരുടെ പെർഫോമൻസ് എല്ലാവരും ആസ്വദിച്ചു. നമ്മുടെ ജഡ്ജസ് എങ്ങനെ ആസ്വദിച്ചു എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. ആദ്യം സജ്ല, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? ഞാൻ നന്നായി ആസ്വദിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി രണ്ടാളുടെയും സിംഗിങ് ആൻഡ് ആക്ടിങ്. താങ്ക് യു. നമുക്ക് പാട്ടിൻ്റെ ആ ഒരു സുഖം കിട്ടുകയെന്ന് വെച്ചാൽ കേൾക്കുമ്പോഴാണല്ലോ അല്ലേ. അപ്പോൾ നമ്മളുടെ ആ ഒരു കേൾവി സുഖം ഒട്ടും ചോരാതെ തന്നെ നിങ്ങൾ നിലനിർത്തി. പിന്നെ കുട്ടമാമ നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ആ ഒരു ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ. രണ്ടാളുടെ സിംഗിങ്ങിലും നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഓർക്കസ്ട്രയുമായിട്ട് നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളായിട്ട് നന്നായിട്ട് ജെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു ഓർക്കസ്ട്ര. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. എന്തായാലും രണ്ടാക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു സജ്ല. ഇനി ഷപ്നം. സൂപ്പർബ് ഒത്തിരി നന്നായിട്ട് എൻജോയ് ചെയ്തു. കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോഴാണ് ആ ഒരു കോമഡിയൊക്കെ ആക്ട് പാടുമ്പോഴാണ് അതിൻ്റെ ഒരു റിയൽ ബ്യൂട്ടി ആയിട്ട് എനിക്ക് തോന്നുന്നത്. മോൻ്റെ ഡ്രസ്സിങ്ങും എനിക്ക് തോന്നുന്നു വീണയ്ക്കാണ് മാച്ചിങ്. വീണയായിരുന്നു കറക്റ്റായിട്ട് മാച്ച് ആവുന്നത്. എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷപ്നം. ഫിറോസ് ഖാൻ. നന്നായി ചെയ്തു കേട്ടോ, ഭംഗിയായിരുന്നു. രണ്ടുപേരും നന്നായി ചെയ്തു. ഈ പാട്ടിൻ്റെ എല്ലാ കളറും കൊണ്ടുവന്നു. പിന്നെ എനിക്ക് പാട്ടിലും തിരുത്ത് വേണമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ പമ്പരം കറക്കണ പോലെ അവിടെ പാടേണ്ട 1-2 പ്ലാനുകൾ രണ്ടുപേരും പാടിയില്ല. സിനാൻ ബാക്കി പ്ലാനുകളൊക്കെ പാടി. ഒരു സ്ഥലം പരുന്ത് പോലെ പുറാഞ്ചുവാനായി, അത് 2 താളത്തിലുണ്ട്. പമ്പരം കറക്കണ പോലെ പോലെ നമ്മളെ നീ, അത് രണ്ടുപേരും കറക്റ്റ് പാടിയില്ല. പിന്നെ പരുന്ത് പോലെ പുറാഞ്ചുവാനായി എന്നാണ് പാടേണ്ടത്. എന്നാണ് പാടേണ്ടത്. അതിങ്ങനെ ഒടിഞ്ഞിങ്ങോട്ട് വരണം. അത് രണ്ടുപേർക്കും കൃത്യമായി വന്നില്ല. സിനാൻ ഒരു പരിധി വരെ പാടി, അഞ്ജലി മോള് അതിങ്ങനെ ഒന്ന് ലൂസായി പോയി. എന്നാലും മൊത്തം ഈ ഒരു പാട്ടിൻ്റെ ഒരു സുഖം എന്ന് പറയുന്ന ഒരു കോമഡി ഡ്യുവറ്റാണ് അല്ലേ, ഒരു കോമഡി ടൈപ്പ് ഡ്യുവറ്റാണ്. ആ ഒരു സുഖം നിങ്ങൾ രണ്ടുപേരും കൊണ്ടുവന്നു കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്. അപ്പോൾ പ്രേക്ഷകർക്കും എല്ലാ ആസ്വാദകർക്കും ഒരുപോലെ ഉന്മേഷം തന്നൊരു പാട്ടായിരുന്നു അല്ലേ സിനാൻ? നമുക്ക് 2 പാർട്ടിസിപ്പൻസ് ആണ് ഡ്യുവറ്റ് റൗണ്ടിലുള്ളത്. അപ്പോൾ ഫിറോസ് ഖാൻ, ആദ്യം നമുക്ക് അഞ്ജലിയുടെ മാർക്കിലേക്ക് പോകാം. അഞ്ജലിക്ക് 40-ൽ എത്ര മാർക്കാണ് നൽകുന്നത്? 38.5. 38.5 on 40. സജ്ല 30-ൽ എത്ര മാർക്കാണ്? 28.5. 28.5 again on 30. ഷപ്നം 28.5. 28.5 on 30. So 95.5. 95.5 മാർക്കാണ് അഞ്ജലിയുടെ ഡ്യുവറ്റ് റൗണ്ടിലെ പെർഫോമൻസിന് ജഡ്ജസ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് സിനാന്റെ മാർക്ക്. അപ്പോൾ സിനാൻ തകർത്തു. എത്രയാണ് സിനാന്റെ മാർക്ക് നോക്കാം. 40-ൽ എത്ര മാർക്കാണ് ഫിറോസ് ഖാൻ? 39. 39 on 40. ഷപ്നം 29. 29 on 30. സജ്ല 29. So 97. 97 മാർക്കാണ് സിനാന് ഡ്യുവറ്റ് റൗണ്ടിലെ പെർഫോമൻസിന് നമ്മുടെ ജഡ്ജസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും നല്ലൊരു കൺകുളിർപ്പിക്കുന്ന, വളരെ രസമുള്ള, ചിരിപ്പിക്കുന്ന ഒരു നല്ലൊരു പെർഫോമൻസ് നമുക്ക് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സിനാൻ. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസ്. ഉമ്മ എന്നത് നമുക്കെല്ലാവർക്കും ഒരു വികാരമാണ്. ഈ ലോകത്തെ എത്ര ഭാഷയുണ്ടെങ്കിലും ആ ഭാഷകളിലൊക്കെ എല്ലാ വാക്കുകളും നിരത്തി വെച്ചാലും ഒരുപക്ഷെ ഉമ്മയുടെ മഹത്വം നമുക്ക് വർണ്ണിച്ച് തീർക്കാനാകില്ല. അത്രയും മഹത്തരമായ ഉമ്മമാരെക്കുറിച്ച് അവർക്കുള്ള പാട്ടുകളുമായിട്ടാണ് നമ്മുടെ കുരുന്നു പ്രതിഭകൾ എത്തുന്നത്. സോ ഉമ്മ റൗണ്ടിൽ ഇനി പെർഫോം ചെയ്യാനായി ഈ വേദിയിലേക്ക് എത്തുന്നു സർഫറാസ്. ഇനി ഉമ്മ റൗണ്ടിൽ പാടാൻ പോകുന്നത് സഫ്രാസ്കയാണ്. സഫ്രാസ്ക, ഓ വിശേഷങ്ങളൊക്കെ എന്തുണ്ട്? വളരെ വിശേഷം ഉണ്ട്. ഉമ്മ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ഉമ്മ വഴക്ക് പറയോ? വികൃതി കാട്ടിയാൽ വഴക്ക് പറയും. 2 ലൈൻ പാടാമോ? പാടാം. 1000 പോറ്റുമ്മ വന്നെന്നാലും പെറ്റുമ്മയായി തീരുമോ? 1000 പോറ്റുമ്മ വന്നെന്നാലും പെറ്റുമ്മയായി തീരുമോ? ആരാര് പാല് തന്നെന്നാലും ആരാര് പാല് തന്നെന്നാലും അമ്മിഞ്ഞ പാലായി മാറുമോ? 1000 പോറ്റുമ്മ വന്നെന്നാലും. നല്ല
പാട്ട് നന്നായിട്ട് പാടണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സർഫറാസ് ചേച്ചി, നമ്മുടെ വ്യൂവേഴ്സ് പ്രൊഫൈലൊക്കെ കണ്ടു. സർഫറാസിൻ്റെ കുറേ താല്പര്യങ്ങളൊക്കെ എല്ലാം പ്രേക്ഷകരോട് ഷെയർ ചെയ്തു അല്ലേ? സർഫറാസിന് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് എന്താണ്? ഷർവാണി. ഷെർവാണിയാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ അമ്മ ഇടയ്ക്ക് ഷെർവാണിയൊക്കെ പ്രസൻറ്റ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ സർഫറാസ് ഇന്ന് ഉമ്മയ്ക്ക് ഏത് പാട്ടാണ് സമർപ്പിക്കുന്നത്? 1000 പോറ്റുമ്മ വന്നെന്നാലും പാട്ട്. 1000 പോറ്റുമ്മ വന്നാലും സ്വന്തം പെറ്റുമ്മയായിടുമോ? ആവില്ല അല്ലേ? അപ്പോൾ പെറ്റുമ്മയ്ക്കുള്ളൊരു നല്ല സമർപ്പണമാണ് നൽകുന്നത്. സർഫറാസ് നന്നായിട്ട് പാടുക. ഉമ്മതാ പുഞ്ചിരിച്ച മുഖം, കുറച്ച് ടെൻഷനൊക്കെ ഉള്ളിൽ ഒതുക്കി പിടിച്ചിരിക്കുകയാണ്. സർഫറാസിൻ്റെ പാട്ട് എങ്ങനെയായിരിക്കും എന്നറിയാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പോറ്റുമ്മ വന്നെന്നാലും പെറ്റുമ്മയായി തീരുമോ? 1000 പോറ്റുമ്മ വന്നെന്നാലും പെറ്റുമ്മയായി തീരുമോ? ആരാര് പാല് തന്നെന്നാലും ആരാ
ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസിൻ്റെ ഈ വേദിയിൽ ഉമ്മ റൗണ്ടിൽ സർഫറാസിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. സർഫറാസ്, എന്തു പറ്റി? ചെറിയൊരു പ്രശ്നം, വോയിസ് കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നോ? തൊണ്ട പെട്ടെന്ന് ഡ്രൈ ആയിപ്പോയി. ഉമ്മയെ പറ്റി നല്ലൊരു പാട്ടാണ് പാടിയല്ലേ? ഉമ്മയ്ക്കുള്ളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ സർഫറാസിനൊരു സ്പെഷ്യൽ ഗിഫ്റ്റുമായിട്ട് അമ്മ അവിടെ ഉണ്ട്. അമ്മയെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം അല്ലേ ആൻറ്റി? 1000 പോറ്റുമ്മ വന്നെന്നാലും പെറ്റുമ്മയായി തീരുമോ? 1000 ആൻറ്റി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, സർഫറാസിന് നൽകാം. യെസ്. പെറ്റുമ്മയായി തീരുമോ? ഉമ്മ സാധാരണ ഓരോ കുട്ടി പെർഫോം ചെയ്യാൻ ഇവിടെ സ്റ്റേജിൽ വരുമ്പോൾ ഉമ്മമാരുടെ മുഖം ഒന്ന് നിരീക്ഷിച്ചാൽ നമുക്കറിയാം പല ഭാവമാണ്. ചിലർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, ചിലർ ടെൻഷൻ ഉള്ളിൽ ഒതുക്കി പിടിച്ചിരിക്കും. ഈ ഉമ്മ, സർഫറാസിൻ്റെ ഉമ്മ, എനിക്ക് തോന്നുന്നു അത്തരത്തിൽ ടെൻഷനൊക്കെ ഉള്ളിലേക്ക് ഒതുക്കുന്ന ഒരാളാണ് അല്ലേ? അതെ. ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അവന് കൂടുതൽ ടെൻഷൻ ആണ്ടെന്ന് വിചാരിച്ചിട്ട്. ഉമ്മ ടെൻഷനായാൽ സർഫറാസും കൂടുതൽ ടെൻഷനാവും. പക്ഷെ എന്നിട്ടും സർഫറാസ് അല്ലേ വിചാരിച്ച പോലെ പെർഫോം ചെയ്തോ ഉമ്മ? സർഫറാസിന് ചെയ്യാൻ പറ്റിയില്ല വിചാരിച്ചത്. പറ്റിയിട്ടില്ല. ഉമ്മയ്ക്ക് ഏറ്റവും അധികം വിഷമം തോന്നിയ ഒരു നിമിഷം ചോദിച്ചപ്പോൾ സർഫറാസുമായിട്ട് ബന്ധപ്പെട്ടൊരു നിമിഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതായിരിക്കും? അത് കഴിഞ്ഞ റംസാനിൻ്റെ സോങ്ങിൻ്റെ നിന്നുപോയപ്പം ഭയങ്കര വിഷമം തോന്നി. ഇന്ന് നന്നായി പാടുമെന്ന് പ്രതീക്ഷിച്ചോ സർഫറാസ്? പ്രതീക്ഷിച്ചു. പാടിയോ എന്നിട്ട്? അവന് ഇടയ്ക്ക് തൊണ്ട ഡ്രൈ ആയി, അതുകൊണ്ട് പ്രതീക്ഷിച്ചത്രയും പാടാൻ പറ്റിയില്ല. അപ്പോൾ സർഫറാസ്, ഉമ്മ പ്രതീക്ഷ അത്ര വിചാരിച്ച പോലെ പാടാൻ പറ്റിയില്ല എന്നാണ് ഉമ്മ പറയുന്നത്. ഉമ്മയ്ക്കുള്ള ഡെഡിക്കേഷൻ ആയിരുന്നു അല്ലേ? അപ്പൊ എന്താ പറ്റിയേ? ത്രോട്ട് ഡ്രൈ ആയത് തന്നെയാണ് പ്രശ്നം ആണ്. അപ്പൊ നമുക്കിനി നമ്മുടെ ജഡ്ജസിനോട് തന്നെ ചോദിക്കാം, എന്താണ് സർഫറാസിന്റെ പാട്ടിൽ വരുന്ന പ്രശ്നം? എന്തുകൊണ്ട് ത്രോട്ട് ഡ്രൈ ആയി പോകുന്നു? എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഫിറോസ്ക. ഉമ്മ ഭയക്കണ്ട. ഇപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞ അത്ര പ്രശ്നങ്ങളൊന്നും സർഫറാസ് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളിപ്പോൾ അതായിരുന്നു ഇവിടെ ഇരുന്ന് പറഞ്ഞത്. പ്രശ്നങ്ങളുണ്ട് എന്നത് ശരി തന്നെ, ഞങ്ങൾ വിധികർത്താക്കളായതുകൊണ്ട് ഞങ്ങൾക്കൊരു വിലയിരുത്തലുണ്ട്. അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ, അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. മോന് കുറഞ്ഞ ശ്രുതി പ്രശ്നവും പിന്നെ ഒരു സ്ഥലത്തോ 2 സ്ഥലത്തോ ചെറിയ ഒരു വിഴുങ്ങൽ വന്നു അല്ലേ, ഒരു സ്ക്രാച്ച് പോലെയോ ഒരു മിസ്സിങ് പോലെയോ ഒക്കെ വന്നു. മോൻ നല്ലൊരു പാട്ടാണ് എടുത്ത് പാടിയത് കേട്ടോ. ഈ പാട്ടിൻ്റെ വരികളൊക്കെ നമ്മൾ മോനും ഇപ്പം ഞാനുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം വരികളും ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല കേട്ടോ. നല്ല വരികൾ, കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ കേട്ടോ. അതിപ്പോൾ ഞാൻ അത് കീറി മുറിക്കുന്നില്ല. നല്ലൊരു രാഗത്തിലുള്ള പാട്ട് മനോഹരമായിട്ട് പാടി. താങ്ക് യു ഫിറോസ്ക. ഷബ്നം, നന്നായിട്ട് പാടി മോനെ. താങ്ക് യു. എനിക്ക് മെയിനായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പാട്ടിനൊരു ഫീല് കുറവായിരുന്നു. മൊത്തത്തിൽ പാട്ട് നമ്മൾ നോക്കുമ്പോൾ മോൻ ആദ്യം തൊട്ട് തുടക്കം തൊട്ട് അവസാനം വരെ കുറച്ചൊരു ഫ്ലാറ്റായിട്ട് പോകുന്ന മാതിരി തോന്നി. പിന്നെ ഈ ബ്രീത്ത് പ്രോബ്ലം എനിക്ക് സസ്റ്റെയിൻ നോട്ട്സിലൊക്കെ തോന്നി മോനെ, ബ്രീത്ത് പ്രോബ്ലം. അതെന്താന്ന് മോനാണോ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് മറ്റേ സസ്റ്റെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെന്ന്? ആണല്ലോ, ചെയ്യുന്നുണ്ടോ? അത് ഉണ്ട്, അത് ചെയ്യണം മോനെ. കാര്യം ഇപ്രാവശ്യം ഈ സോങ്ങിൽ എനിക്കത് അതുപോലെ ആ ബ്രീത്തിന് ഒരു ലാസ്റ്റ് സസ്റ്റെയിൻ നോട്ട് മോന് സസ്റ്റെയിൻ ചെയ്ത് ഇങ്ങനെ സോഫ്റ്റായിട്ട് നിർത്താൻ പറ്റുന്നില്ല എന്നൊരു ഫീലിങ് തോന്നുന്നു എനിക്ക്. വേറെ എനിക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മോനെ, നന്നായിട്ട് പാടി, കുഴപ്പമൊന്നുമില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നം. സജ്ജ, നല്ലൊരു ഓപ്പൺ സിംഗിങ് ആയിരുന്നു ആൻഡ് ഡെഫിനറ്റ്ലി നല്ലൊരു സെലക്ഷൻ. ഉമ്മാനോട് ചോദിക്കട്ടെ, ഉമ്മ പാടുമോ? ഇല്ല, ഞാൻ പാടത്തില്ല. കുറച്ച് ഇല്ല. ചിലപ്പോൾ പാടുമോ? ഉമ്മ പാടുമോ? പാടിത്തരാറുണ്ടോ വീട്ടിൽ? അപ്പോൾ കമറുക 2 പേര് പാടിപ്പിക്കാം. ഞാൻ പാടത്തില്ല. ഇല്ല, പാടാം. ഇല്ല, എനിക്കറിയാം. ഇനി ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടില്ലേ? താലോലം 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 കുഞ്ഞേ താലോലം കേട്ടു നീ ഉറങ്ങു എൻ പൈതലേ. സർഫിൻ്റെ പാട്ടിൽ കുറച്ച്
മിസ്റ്റേക്സ് ഒക്കെ എനിക്ക് തോന്നി. എപ്പോഴും പറയുന്ന കാര്യമാണ് ആ ഒരു പിടുത്തം വിട്ട് കുറച്ച് ലൂസായിട്ട് പാടാൻ വേണ്ടിയിട്ട്. അത് ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ ഇടയ്ക്ക് സ്ക്രാച്ച് വന്നു, അത് ഡ്രൈ ആയിട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ ആ ഡ്രൈ ആവുന്നത് എന്തുകൊണ്ടാണ്? ടെൻഷനല്ലേ. എന്തായാലും കെയർ ഇനി കുറച്ചുകൂടി ടഫ് ആവുകയാണ് കേട്ടോ. റൗണ്ട്സ് ടഫ് ആവുകയാണ്. അതുപോലെ തന്നെ നമ്മളും കുറച്ച് ടഫ് ആവും നിങ്ങളുടെ കാര്യത്തിൽ, മാർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും. അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്യൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇനി എന്താ വേണ്ട ഇപ്പോൾ മാർക്സ് ചോദിക്കാം. യെസ്, ഫിറോസ്ക ഓൺ 40 സർഫറാസിന്റെ ഉമ്മ റൗണ്ടിലെ പെർഫോമൻസിന് എത്ര മാർക്കാണ് നൽകുന്നത്? 38. 38 ഓൺ 40. ഷബ്നം ഓൺ 30. 28. 28 ഓൺ 30. അഗൈൻ സജ്ല 28. അഗൈൻ 28. സോ 94, 94 മാർക്കാണ് സർഫറാസിന്റെ ഉമ്മ റൗണ്ടിലെ പെർഫോമൻസിന് നമ്മുടെ ജഡ്ജസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഹാപ്പി അല്ലേ ഉമ്മ? ഹാപ്പി അല്ലേ ഉമ്മ? വിചാരിച്ച പോലെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല മാർക്ക് കിട്ടിയിരിക്കുകയാണ് സർഫറാസിന്. അപ്പോൾ ഒരുപാട് നന്ദി ഉമ്മയുടെ നല്ലൊരു പാട്ട് നമുക്ക് സമ്മാനിച്ചതിന്. താങ്ക് യു. വെൽക്കം ബാക്ക് ടു ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഡ്യുവറ്റ് റൗണ്ടിലെ പെർഫോമൻസും ഉമ്മ റൗണ്ടിലെ 2 വികാരഭരിതമായിട്ടുള്ള 2 പെർഫോമൻസസുമാണ് നമ്മൾ കണ്ടത്. സോ ഇവരിൽ ആരാണ് നമ്മുടെ സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് എന്ന് അറിയാനുള്ള സമയമായിരിക്കുന്നു. സുന്ദരകുട്ടന്മാരാണ് ഇവരിൽ ആരെങ്കിലുമാണ്, സിനാനും സർഫറാസും ഇവരിൽ ആരെങ്കിലുമാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി എപ്പിസോഡെങ്കിൽ ക്ലാസിക് മെൻസ് വെയർ ആണ് ഇവർക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്യുന്നത്. ഇനി അഞ്ജലിയോ അൽഹനയോ ആണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി എപ്പിസോഡെങ്കിൽ പ്രിൻസ് പട്ടുപാവാട എറണാകുളമാണ് ഇവർക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്യുന്നത്. സോ ഈ 2 റൗണ്ടിലെയും പെർഫോമൻസസ് നിങ്ങളെല്ലാവരും കണ്ടു. ഇന്നത്തെ എപ്പിസോഡിലെ സ്റ്റാറിനെ ഡിക്ലെയർ ചെയ്യാനായിട്ട് ഫിറോസ്ക്കെ ഞാൻ ക്ഷണിക്കുന്നു. ഇന്ന് നമ്മുടെ കവിളിലൊക്കെ പിടിച്ച് പൂ കൊടുത്തല്ലോ ഒരാൾ, ആ ആളിന്ന് ഗംഭീര പ്രകടനമായിരുന്നു എന്ന് എനിക്കൊരു തോന്നൽ എവിടെയോ ആണ്, അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ ആ പൂവാലനാണ് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് സിനാൻ. അപ്പോൾ സിനാൻ പെർഫോമൻസിൽ തകർത്തു. അപ്പോൾ വീണ്ടും ആ പെർഫോമൻസിന്റെ ഒരു അംശം നമുക്കിവിടെ കൊടുക്കില്ലേ പ്രേക്ഷകർക്ക്? റെഡിയല്ലേ? യെസ്. പൊന്നേ എന്റെ കൽവിനകത്ത് നീ തിളപ്പിച്ച പായസം, എന്നെ ഒന്ന് കുടിപ്പിക്കുവാൻ എന്താണിത്ര താമസം? പൊന്നേ എന്താണിത്ര താമസം? ഇതിന്റെ പ്രൈസ് കാമുകിയാണ് കൊടുക്കുന്നത്. കാമുകൻ. എന്താണിത്ര താമസം? പൊന്നേ എന്താണിത്ര താമസം? എന്താണിത്ര താമസം? പൊന്നേ എന്താണിത്ര താമസം? എന്താണിത്ര താമസം? എന്താണിത്ര താമസം?